ഗായ്സ്, അപ്പൊ നീനാപ്പൂന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വെക്കേഷൻ ഒക്കെ കഴിയാറെ കുറച്ച് ദിവസമുള്ള സ്കൂളിൽ തുറക്കാം. പിന്നെ ഞാൻ LKG UKG പാസ്സായേ, അത് നിങ്ങൾ അറിഞ്ഞോ? അമ്മ ഇന്ന് സ്കൂളിൽ തുറന്നാൽ ഞാൻ UKG പോകാൻ തുടങ്ങണേ. അതെ, UKG പോകാൻ തുടങ്ങണേ. അപ്പൊ കൊറേ പഠിക്കാൻ ഉണ്ടാവൂല അമ്മ? LKG-ത്തേക്കാളും കുറച്ചും കൂടി കൂടുതൽ പഠിക്കാനുണ്ടാവും. അമ്മ ബുക്സ് ഒക്കെ മേടിച്ചോണ്ടോ UKG? ഞാൻ ബുക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താ നോക്കിക്കൊണ്ടിരിക്കണ അമ്മ? എടുത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ നീനാപ്പോ നിന്റെ ബുക്സ് ഒക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. എന്റെ പുതിയ ബുക്സ് ഒക്കെ നമുക്ക് കാണാം. ഇതൊക്കെയാണ് എന്റെ UKG പഠിക്കാൻ പോകുന്ന ബുക്ക്. എന്ത് കളർഫുൾ ആല്ലേ അമ്മ, അത് നോക്കിക്കേ, എന്ത് കളർഫുൾ ആയ ബുക്കാ. അത് കളറിംഗ് ബുക്കാണ്. അപ്പൊ പിന്നെ കളർഫുൾ ആവാണ്ടിരിക്കോ? നല്ല രസമുണ്ടമ്മ. നല്ല രസമുണ്ട്. ഇതിലൊക്കെ നീ കളർ ചെയ്യേണ്ടി വരും UKG-യില്. ചെയ്യോ നീ? കളർ ചെയ്യൂ. സൂപ്പറായി ചെയ്യണം കേട്ടോ. മുഴുവൻ കളർ ചെയ്യണല്ലേ? കളർ ബുക്ക് അല്ലേ? ഇതാണ് എന്റെ കളറിംഗ് ബുക്ക്. ഞാൻ സൂപ്പറായി കളർ ചെയ്യും. പിന്നെ കൊറേ പിക്ചേഴ്സ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ഹട്ട് ഉണ്ട്, അതുപോലെ കൊറേ പിക്ചേഴ്സ് ഉണ്ട്. നീനാപ്പോ ഇതൊക്കെ സൂപ്പറായി കളർ ചെയ്യണട്ടാ നീ. ഞാൻ സൂപ്പറായി കളർ ചെയ്യാം അമ്മ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ബുക്ക് കാണാം. ഓക്കേ അമ്മ, എന്റെ അടുത്ത ബുക്ക് നോക്കിക്കേ. ഇത് കേഴ്സി ലെറ്റേഴ്സ് പഠിക്കുന്ന ബുക്കാണ് കേട്ടോ. നീ നോട്ടി പഠിക്കില്ലേ? ഞാൻ പഠിക്കാം. ഓക്കെ അമ്മ, അടുത്തത് ഹിന്ദിയാണ്. കുട്ടി കുട്ടി ഹോത്താത്. ഓഹോ, ഹിന്ദിയാണ് അല്ലേ? അത് നീ നന്നായി പഠിക്കില്ലേ? ഞാൻ പഠിക്കാം. ഓക്കെ അമ്മ, കൊറേ പിക്ചേഴ്സ് ഉണ്ടല്ലേ, നല്ല പിക്ചേഴ്സ്. ഇപ്രാവശ്യം കൊറേ പഠിക്കാനുണ്ടല്ലേ അമ്മ, നല്ല രസമുണ്ട് ബുക്ക്. ഹായ് അമ്മ, ബസ്സിനുണ്ട് അമ്മ ഹിന്ദിയിൽ പറയാ? ബസ്സിനെ പോലെ ബസ് തന്നെ എഴുതിയിരിക്കണം. അപ്പൊ ബസ്സിനെ ബസ് തന്നെ ഹിന്ദിയിൽ പറയാട്ടാ. അപ്പൊ ഹിന്ദി കഴിഞ്ഞ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ബുക്ക് എടുത്തേ. അമ്മ, ഇതാ നെക്സ്റ്റ് ബുക്ക്. ഇതാ UKG ടേം 1. ടേം 1 ബുക്ക് കിട്ടിയോ? ഈ ബുക്കിൽ തന്നെയല്ലേ ഇംഗ്ലീഷും മാത്സും EVS മലയാളം ഒക്കെ ഉള്ളത്? കഴിഞ്ഞ വർഷം അമ്മ ഇത് തന്നെ എല്ലാം. ഇതിൽ തന്നെ. അപ്പൊ നിങ്ങക്ക് ഓരോന്നാവുമ്പോ വെയിറ്റ് അധികം ഏറ്റേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് നമുക്ക് തുറന്നു കാണാം. തുറക്ക് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഹായ് അമ്മ, കൊറേ ന്യൂ സ്റ്റോറീസ് ഉണ്ട് ഇംഗ്ലീഷില്. സൂപ്പർ ആയിണ്ടല്ലേ ഓരോ സ്റ്റോറീസ് കാണാൻ. നീ പഠിക്കുമ്പോ അറിയാ ഏതൊക്കെയാണ് സ്റ്റോറീസ് അല്ലേ? എന്നിട്ട് ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് വന്ന് പറഞ്ഞു തരുമോ നീ? ഞാൻ പഠിപ്പിച്ചു തരും എന്നെ? ശരി ശരി. അമ്മ, ഇത് നോക്കിക്കേ, EVS-ലൊക്കെ നല്ല ഗുഡ് ഹാബിറ്റ് പഠിക്കാനുണ്ട്. EVS ആകുമ്പോ കൊറേ ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരണ്ടേ? അപ്പൊ അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഒക്കെ നന്നായി പഠിക്കണം കേട്ടോ. ശരി അമ്മ, ഞാൻ പഠിക്കാം. ഓക്കെ അമ്മ, ഇതിൽ എന്തൊക്കെയാണ് ഗുഡ് ഹാബിറ്റ് ആയി പറയുന്നത്? ഇതിലിപ്പോ ഗുഡ് ഹാബിറ്റ് ആയിട്ട് പറയണേ, നമ്മള് 8 hours ആണ് ഡെയിലി ഉറങ്ങാൻ പാടുള്ളൂ. അതുപോലെ എപ്പോഴും എന്നും കുളിക്കണം. അതുപോലെ നമ്മൾ എന്നും 2 നേരം ബ്രഷ് ചെയ്യണം. പിന്നെ മാസ്ക് ഒക്കെ വിയർ ചെയ്യണം. അതായത് ക്രൗഡിന്റെ ഒക്കെ ഇടയിൽ പോകുമ്പോൾ നമ്മൾ മാസ്ക് വിയർ ചെയ്തിട്ട് പോകണം. പിന്നെ നമ്മൾ ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റ്. കഴിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? കൈ 2 വാഷ് ചെയ്യണം. എന്നാലേ നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഇതിൽ പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഇനി നന്നായി പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കും. അമ്മ, അടുത്തത് മാത്സ് ആണ്. ഈ ആക്ടിവിറ്റി നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കാം. ഇതിൽ എന്താണെന്ന് വെച്ചാ 51 to 60 വരെ നീ കണ്ടെത്തണം. ഒന്ന് കണ്ടെത്തിക്കേ. 50. 50. ഇനി 51 കണ്ടെത്തിക്കേ. 51. നെക്സ്റ്റ് ഏതാണ്? 52 എവിടെ? കണ്ടുപിടിക്ക് നോക്കട്ടെ. 52 എവിടെയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ചേ. മേലെ നോക്കി നോക്ക്. ഫസ്റ്റ് ഒക്കെ ആയിട്ട് നോക്കി. കണ്ടുപിടിച്ചോ? ഇനി നെക്സ്റ്റ് ഏതാ? 53. 53 എവിടെ? 53 വേഗം കണ്ടെത്ത് നോക്കട്ടെ. 53 മറഞ്ഞിരിക്കണ്ടേ എവിടെയെങ്കിലും? എനിക്കും കാണാലോ 53 എവിടെയെന്ന്. കൈയൊന്ന് മാറ്റിക്കാൻ നോക്കിക്കോട്ടെ ഞാന്. 52 എടുത്തു. 53 ആണ് ഇനി കണ്ടെത്തുന്നത്. ഇതാ 53 ഇരിക്കണു. 16ന്റെ അപ്പുറത്ത് കണ്ടോ? അയ്യോ, ഇതാ ഇരിക്കണു. ഞാൻ കണ്ടു. നീ കണ്ടുപിടിച്ചേ?
കണ്ടില്ല? ദാ 53. ഇനി 54. 54 അത് വേഗം കണ്ടെത്തണം കേട്ടോ, അടുത്ത് തന്നെ ഉണ്ട്. 54 ആ 54 കണ്ടെത്തിയില്ല. ഞാൻ 10 വരെ ഉണ്ട്, അതിന് മുന്നേ കണ്ടെത്തണം കേട്ടോ. 1 2 3 4 54 ആണത്. എവിടെ? 40 ഏതാ കണ്ടത്? 45 അല്ലേ? തല തിരിച്ചു നോക്കല്ലേ. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് നോക്കി, EVS നോക്കി, മാത്സ് നോക്കി അല്ലേ. ഇനി അടുത്തത് മലയാളം അല്ലേ ഉള്ളത്? അത് നോക്കാല്ലേ നമുക്ക്. മലയാളം എടുത്തേ. അത് രണ്ടെണ്ണം ടേം 2 3 അല്ലേ. ഇതിൽ തന്നെ നമുക്കൊന്ന് മലയാളം നോക്കാം. ഓക്കെ, ഇനി അതൊന്ന് വായിച്ചേ. കാക്ക ഗംഗങ്ങ. ഇനി അപ്പുറത്തെ പേജ് ഒന്ന് മാറ്റി നമുക്ക് വല്ല ആക്ടിവിറ്റി ഉണ്ടോ നോക്കാം. മാത്സ് ഇത്ത പോലെ എന്തെങ്കിലും മലയാളത്തിൽ ഉണ്ടോ നോക്കാം. ഉണ്ടല്ലോ. ഇനി അതിലൊന്ന് കണ്ടുപിടിച്ച. നീ കണ്ടുപിടിക്കോ? ഉറപ്പാണോ? എന്നാ ശരി. സിമ്പിൾ ആണല്ലോ. കാ കണ്ടുപിടിച്ചേ. എല്ലാം കണ്ടുപിടിക്കുക. അതിൽ ഒരു കായുള്ളൂ. ഇതൊക്കെ നീ പഠിക്കുന്ന സമയത്ത് ഇതിലൊക്കെ ആരോ മാർക്ക് ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെ ചെയ്യാൻ എനിക്ക് സിമ്പിൾ ആണ്. ഇതില് ഇവിടെ നടുക്കുള്ള ഒരു കായുണ്ട്, ഇതിൽ കൊറേ കായകളുണ്ട്. അത് ഈ കായയിലേക്ക് മാച്ച് ചെയ്യണതല്ലേ? അങ്ങനെ തന്നെയാണ്. LKG ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ? കൊറേ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത്തിരിയൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെയൊക്കെ ഉണ്ട്. ഇനി അപ്പൊ അടുത്ത നെക്സ്റ്റ് ഇത് കണ്ടുപിടിച്ചേ. നഖത്തിലെ കണ്ടുപിടിച്ചേ. ഇനി പറ, അതിലുള്ളൊക്കെ പറഞ്ഞോ. അതിന് നെക്സ്റ്റ് അടുത്തത് എന്താണ്? ഇനി അടുത്തത് ഇത് ഈഗ അല്ല ഈഗ. ശരി, മൊത്തം ഗാഗയില്ലേ. ശരി ശരി. ഇതാരാ താഴത്താരാ നിക്കണത്? താഴത്ത് അല്ല, ഈ താഴത്താരാ ഒരു കുട്ടിക്കുരങ്ങ നിക്കണ? ഈ താഴത്താരാ നിക്കണ്? ആരാണ്? LKG കുട്ടിക്കുരങ്ങന്റെ പേരെന്താ പഠിച്ചിട്ടുണ്ടായിരുന്നേ? കുഞ്ചൂസ്. കുഞ്ചൂസ് UKG എത്തിയോ? നിന്റെ ഒപ്പം ചാടിയതാണോ? ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലേ അപ്പൊ പഠിക്കാൻ? ഓക്കെ ഓക്കെ. അമ്മ എനിക്ക് ഇത് ഇഷ്ടായി. ബുക്ക് ഇഷ്ടായോ? മലയാളോ? അതെന്താ കുഞ്ചൂസ് കൂടുള്ളോണ്ടാണ് ഇഷ്ടായത്? ആണോ? പിന്നല്ലേ ഈ ബുക്ക് നമുക്ക് ഫസ്റ്റ് പഠിച്ചിട്ട് വേറെ ബുക്ക് പഠിക്കാം. അതന്നെ, അത് ടേം 1 ആണ്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെ അടുത്തത് പഠിക്കുക. എനിക്ക് ഇത് നല്ല ഇഷ്ടായി. അപ്പൊ നമുക്ക് മലയാളം ടീച്ചറുടെ പേരെന്താണ്? ജ്യോതി മാം. അപ്പൊ ജ്യോതി മാമിനോട് പറഞ്ഞോട്ടോ. ഓക്കെ. നമ്മൾ ടേം 1 പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ ടേം 2 ഉണ്ട്, ടേം 3 ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ടേം 1. അത് കഴിഞ്ഞ ഇതാ ടേം 2 കൂടി ഉണ്ട്. അത് കഴിഞ്ഞ പിന്നെ ഒന്നും കൂടി ഉണ്ട്, ടേം 3. അപ്പൊ ഇതൊക്കെ ഇനി ഈ വർഷം പഠിച്ചു തീർക്കണ്ടേ? നമുക്ക് പഠിച്ചു തീർക്കണം. അപ്പൊ UKG ബുക്സ് ഒക്കെ ഇതാണ് അല്ലേ? ഇതാണ് എന്റെ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാൻ. ഇത് മാത്രല്ല, ഇനിയും കുറെ ഉണ്ട്. ഇതാ ഡയറി ഉണ്ട്, അതുപോലെ നോട്ട്സ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഇതൊക്കെ എഴുതാനുള്ളതല്ലേ, പക്ഷെ പഠിക്കാനുള്ള മെയിൻ ടെക്സ്റ്റുകളൊക്കെ അതാണ് അല്ലേ? വേറെ കുറെ നോട്ട്സും ഡയറി ഒക്കെ സ്കൂളിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അല്ലേ നമ്മള്. പിന്നെ യൂണിഫോം ഒക്കെ നമുക്ക് ഉണ്ടല്ലോ LKG തന്നെ. അത് കാരണം അത് വാങ്ങേണ്ട കുഴപ്പമില്ല അല്ലേ? കൊള്ളുവോ? കൊള്ളുവോ? ഉറപ്പാണോ? തടിച്ചോ? തടി കൂടിയോ? കോംപ്ലൈന്റ് ഗേൾ. തടി കൂടിയോ? ഓക്കെ ഓക്കെ. അമ്മ ഈ ബുക്കൊക്കെ കൊണ്ട് ഞാൻ എങ്ങനെ സ്കൂളിലേക്ക് കയറ്റി പോവാം? സ്കൂളിലേക്ക് ബാഗിലിട്ടിട്ട് പോണം. എന്താ നല്ല വെയിറ്റ് ഉണ്ടോ? നല്ല വെയിറ്റിനാണ് നമ്മള് ടേം 1 ടേം 2 ടേം 3 പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് തിരിച്ചു തന്നിരിക്കണേ. അപ്പൊ കുറച്ച് ബുക്കല്ലേ ഏറ്റേണ്ടി വരുള്ളൂ. പിന്നെ കളറിംഗ് ബുക്കൊക്കെ ടീച്ചേഴ്സ് സ്കൂളിൽ തന്നെ മേടിച്ചു വെക്കുമല്ലോ, അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ല. പിന്നെ മെയിൻ ആയിട്ട് ഫുഡ്, വെള്ളം, സ്നാക്സ് അതിന്റെ ഒക്കെ വെയിറ്റ് ആണ്. അതൊന്നും വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ഇത്തിരി വെയിറ്റ് കുറയ്ക്കാം. വേണോ? അപ്പൊ ഫുഡ് കഴിക്കണം. കൊണ്ടുപോകുന്ന ഫുഡൊക്കെ നേരാവണ്ണം കഴിക്കണം. കഴിക്കോ ഇനി മുതല്? അതേപോലെ തന്നെ വെള്ളം നന്നായി കുടിക്കണ്ടേ?
നീനാപ്പൂ അപ്പൊ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മൾ പഠിക്കണ പോലെ തന്നെ നിറയെ വെള്ളം കുടിക്കണം, ഫുഡ് കഴിക്കണം, അതൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് നമ്മുടെ എനർജി അല്ലേ? എനർജി സൈഡിൽ. നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് വെള്ളം കുടിച്ചാലല്ലേ നമുക്ക് പഠിക്കാനുള്ള എനർജി കിട്ടുള്ളൂ. അപ്പോഴല്ലേ നമ്മൾ ബെസ്റ്റ് ആവുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് പഠിക്കണ പോലെ തന്നെ ഫുഡും പ്രധാനമാണ് അല്ലേ നീനൂട്ടി? അപ്പൊ നീനൂട്ടി അങ്ങനെയാവില്ലേ ഇനി മുതല്? ആവില്ലേ? ഉറപ്പല്ലേ? ബുക്സ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇഷ്ടമായോ? അവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും നീനൂട്ടി. ബുക്സ് ഒക്കെ എടുത്തു വെക്കാം നമുക്ക്. നീനൂട്ടി അതിന്റെ ഉള്ളിൽ കുറെ നോട്ട്സ് ഒക്കെ ഉണ്ട്, അപ്പൊ നോക്കി എടുത്ത് വെക്കുക കേട്ടോ, ബുക്ക് മടങ്ങാണ്ട്. ഇനി നമുക്ക് ബുക്സ് പൊതിയണ്ടേ? നീറ്റ് ആക്കണ്ടേ? നമുക്ക് റാം പേപ്പർ ഒക്കെ മേടിച്ച് ബുക്കൊക്കെ നീറ്റായി പൊതിയാട്ടോ നാളെ. ഓക്കെ. നിങ്ങളുടെ അവിടെ UKG പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മളൊക്കെ UKG ഫ്രണ്ട്സ് ആവാലോ. അമ്മ, ഞാൻ എന്റെ ബുക്കൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. കൊണ്ടുപോവാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ.